ഹലോ, ഓണമൊക്കെ ഇങ്ങെത്താറായല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് നാരങ്ങ ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വീതം കടുകും ഉലുവയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഞാൻ ഒരു കടായി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കിലോ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴം ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ചാറിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈന്തപ്പഴം ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ ചേർക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ രുചികൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ടാറ്റാ.